Good morning, all. Good morning, ആരില്ലേ? Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നോക്കിയാ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാ മറന്നുപോയാ? കഴിഞ്ഞ ദിവസം നോക്കിയിരുന്ന 2 ദിവസം മതിയായിരുന്നില്ലേ? ഇതാണ് ആരും മറുപടി അറിയാത്തെ? മറന്നുപോയാ? കുറച്ച് ഓർമ്മയുണ്ട് അല്ലെ? കുറച്ച് മറന്നുപോയി. ഓക്കെ, നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. നമ്മൾ കാറ്റഗറി ആണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാറ്റഗറി 5 വരെ പറഞ്ഞല്ലേ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി 6. കാറ്റഗറി 6-ല് ഏത് വേസ്റ്റുകളാണ്, എന്ത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? സോയിൽഡ് വേസ്റ്റ്. സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മലിനമായ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മലിനമായ വേസ്റ്റുകളാണ്. ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡ്സ് കോട്ടൺ, ബാൻഡേജ്, സോയിൽഡ് പ്ലാസ്റ്റർ, കാസ്റ്റ്സ്, ലിനൻ, ബഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. എന്താണ്? നമ്മുടെ ഫ്ലൂയിഡ് കൊണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിരിക്കുന്ന കോട്ടൺസ്, പഞ്ഞികള്, ബാൻഡേജുകള്, പിന്നെ സോയിൽഡ് മലിനമായ പ്ലാസ്റ്റർ, കാസ്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ഇത്, പിന്നെ ലൈൻസ് അല്ല ലിനൻസ് ആണ് കേട്ടോ. ലിനൻസ്, ബെഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. എന്താണ്? ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ പില്ലോ കവേഴ്സ് അല്ലെങ്കിൽ ബെഡുകള്, അതല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയ ബ്ലഡ് വീണ് മലിനമായിട്ടുള്ള ഐറ്റംസ്. ഇപ്പൊ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ അല്ലെ എന്തെങ്കിലും ഫ്ലൂയിഡ് കൊണ്ട്, ബ്ലഡ് കൊണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായ വേസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഫ്ലൂയിഡ് കൊണ്ട് മലിനമായ വേസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 6-ല് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് ഏത് കളർ ബാഗ്സിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഇതെങ്ങനെയാണ് അവരാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ വഴി, ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ്. എന്താണ് ഓട്ടോക്ലേവിങ് എന്നാൽ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ. മൈക്രോവേവിങ് എന്നാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടാമിനേറ്റ് അണുവിമുക്തമാക്കുന്നതിനാണ് മൈക്രോവേവിങ് പറയുന്നത്. നമ്മൾ മൈക്രോവേവ് ഓവൻ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്, മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ? അത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത്? അല്ലെ, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് അല്ലേ? ആണ്. അതേപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹീറ്റ് കടത്തി വിട്ടും കാണിട്ട് അണുവിമുക്തമാക്കുന്നതാണ് മൈക്രോവേവിംഗ് മെത്തേഡ്. ക്ലിയർ ആയോ? അത് ഈ കാറ്റഗറി നമ്പർ 6 അതല്ലെങ്കിൽ 4 അങ്ങനെയുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേസ്റ്റുകൾ ഏതാണെന്ന് മാറിപ്പോകരുത് കേട്ടാ. അത് ശരിക്കും നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ക്വസ്റ്റ്യൻ ചോദിക്കാം. കാറ്റഗറി നമ്പർ 4 ഇൻക്ലൂഡ് ചെയ്യുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? അതല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 3 ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്?
അതല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 3 ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. ഈ ബോക്സ് ഈ ടേബിള് കാറ്റഗറി ടേബിള് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോ എന്താണ് നിങ്ങൾക്ക് തന്നെ മാറിപ്പോ. ഇപ്പൊ വേസ്റ്റ് ഓപ്ഷൻസിൽ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി നമ്പർ 3 ഇൻക്ലൂഡ് ചെയ്യുന്ന വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാണ്. അപ്പൊ നമ്മളോട് ഓപ്ഷൻ പറയുന്നുണ്ട്, വേസ്റ്റ് ഷാർപ്പ് പറയുന്നുണ്ട്, എനിമൽ വേസ്റ്റ് പറയുന്നുണ്ട്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ട്സ് വരും ഏതായിരിക്കും എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് പറയാലോ. 6 ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 7. കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റ്, സോളിഡ് ആയിട്ടുള്ള ഖരമായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രോഡക്ട്സ് അതർ ദാൻ ഷാർപ്സ്. എന്താണ് ഷാർപ്പ് അല്ലാത്ത വേസ്റ്റുകള്? വേസ്റ്റ് ഇൻക്ലൂഡിങ് ട്യൂബിങ്, ട്യൂബ്, കത്തീറ്ററൈസ്, നമ്മൾ കത്തീറ്ററിംഗ് പ്രോസസ് എന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ട? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കത്തീറ്ററൈസേഷൻ. ഓർമ്മയുണ്ട്. എന്താണ് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ കത്തീറ്ററൈസേഷൻ. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച ട്യൂബുകള്. പിന്നെ ഇൻട്രാവീനസ് സിസ്റ്റം. ഇൻട്രാവീനസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്നിട്ട് ആന്റിബയോട്ടിക്സോ ഒക്കെ എന്താണ് കടത്തിവിടുന്ന ട്യൂബുകളാണ്. നമുക്ക് ഈ ട്രിപ്പൊക്കെ പോലെ ഇടൂലേ, അങ്ങനെയുള്ള ട്യൂബുകളാണ് ഇൻട്രാവീനസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻട്രാവീനസ് സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഒക്കെയാണ് സോളിഡ് വേസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഗ്ലൂക്കോസിന് ഉപയോഗിക്കുന്ന ട്യൂബുകൾ ഉണ്ടല്ലേ. പിന്നെന്താണ് കത്തീറ്ററൈസേഷൻ ഉപയോഗിക്കുന്നത്? ഇൻട്രാവീനസ് സിസ്റ്റത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന ട്യൂബുകളും അതർ ദാൻ ഷാർപ്പുകളല്ലാത്ത സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് സോളിഡ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്? റെഡ് പ്ലാസ്റ്റിക് ബാഗ്, റെഡ് കളറില പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഡിസ്ഇൻഫെക്റ്റിംഗ് by chemical treatment, autoclaving, microwaving and multilation and shredding. Multilation and shredding എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതലായിട്ട് വിഭജിച്ചും കാണിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ അല്ലെങ്കിൽ ട്യൂബുകളാണെങ്കിൽ എന്ത് ചെയ്യും? വലിയ ട്യൂബിനൊക്കെ എന്ത് ചെയ്യും? ചെറുതായി ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഒന്നിൽ കൂടുതലായി വിഭജിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുന്ന പ്രോസസ് ആണ് മൾട്ടിലേഷനും ഷ്രെഡിങ്ങും. ഈ കോട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ പിച്ച് പല കഷ്ണങ്ങളാക്കൂലേ, അതൊക്കെയാണ് ഷ്രെഡിങ്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 8. കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്ക്. ഡിസ്ഇൻഫെക്ഷൻ ടാസ്കിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലിക്വിഡുകള്, ക്ലീനിങ്ങിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഹൗസ് കീപ്പിംഗ്, പിന്നെന്താണ് വാഷിംഗ്, ലബോറട്ടറിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ട് വരുന്ന ലിക്വിഡ് വേസ്റ്റുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 8 ഉൾപ്പെടുന്നത്. കാറ്റഗറി നമ്പർ 8 എന്താണ്? ലിക്വിഡ് വേസ്റ്റുകളാണ് അല്ലെ. ലിക്വിഡ് വേസ്റ്റുകൾ നമുക്ക് ബാഗിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ ബാഗ് നമുക്ക് തരാത്തത് കേട്ടാ. പെട്ടെന്ന് ആ ടേബിളിന്റെ അവിടെ മാത്രം കാണാണ്ടാവും, എന്താണ് ഡൗട്ട്സ് വരും. എന്താണ് ബാഗില് സൂക്ഷിക്കാൻ പറ്റില്ല. ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജിംഗ് ടു ഡ്രെയിൻസ്. എന്താണ് നമ്മുടെ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ
അണുവിമുക്തമാക്കിയിട്ട് ഈ ലിക്വിഡുകൾ എന്ത് ചെയ്യും? ഡ്രെയിൻസിൽ, അഴുക്കുചാലില് ഒഴുക്കിക്കളയും. ഡിസ്ഇൻഫെക്ട് ചെയ്യുക, ആ ടാങ്കിലോ അല്ലെങ്കിൽ അഴുക്കുചാലിലൊക്കെ എന്ത് ചെയ്യാം? ഒഴുക്കിക്കളയാം. ആദ്യം എന്ത് ചെയ്യണം? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്യണം, അണുമലിനീകരണം ചെയ്യണം, അണുക്കളെ നശിപ്പിക്കണം. അതിനുശേഷമാണ് ടാങ്കുകളിലോ അതല്ലെങ്കിൽ ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസിലൊക്കെ എന്താണ് അഴുക്കുചാലിലൊക്കെ ഒഴുക്കിങ്ങാണിട്ട് കളയും. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 9. കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആഷ് ആണ്. ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ് പറഞ്ഞത്? കത്തിച്ച് കഴിഞ്ഞിട്ട് സോളിഡ് വേസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് സിറിഞ്ചസ്, ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് ചാരം കത്തിച്ച് കളഞ്ഞിട്ടുള്ള ചാരമാണ് ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്ന ഏത് തരം വേസ്റ്റ് ആണോ കത്തിച്ചിട്ട് ചാരം കിട്ടുന്നത് അതെല്ലാം. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്, ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് കളറില് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ, ലാൻഡ്ഫില്ലുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 10. കാറ്റഗറി നമ്പർ 10 കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ് എന്തൊക്കെയാണ്? കെമിക്കൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. എന്താണ് ബയോളജിക്കൽ പ്രോഡക്ട്സില് ഭാഗമായിട്ട് അല്ലെങ്കിൽ കെമിക്കൽ യൂസ്ഡ് ടു ക്ലീൻ സർഫസ്. എന്താണ് സർഫസുകൾ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. ഇപ്പൊ നമ്മൾ എന്താണ് ഹാർപ്പിക്കുകള്, അതല്ലെങ്കിൽ എന്താണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതർ ലിക്വിഡ്സുകളൊക്കെ കെമിക്കൽ ലിക്വിഡ്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഫിനോയില് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ എന്താണ് കെമിക്കൽസ് യൂസ്ഡ് ആസ് ഫിനോയില് കെമിക്കൽസ് യൂസ്ഡ് ആസ് പെസ്റ്റിസൈഡ്. എന്താണ് കീടനാശിനികള്, എന്തെങ്കിലും കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതെന്തിലാണ്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത് ഇതിന്റെ വേസ്റ്റുകളൊക്കെ. നെക്സ്റ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ് ആൻഡ് സെക്യൂർ ലാൻഡ്ഫിൽ ഫോർ സോളിഡ്സ്. എന്താണ് വരുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് ഡ്രെയിൻസ് ലിക്വിഡുകളാണ് വരുന്നത് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റിൽ വരുന്ന ലിക്വിഡുകളാണ്, ലിക്വിഡ് വേസ്റ്റുകൾ വന്നാലെങ്കിൽ അത് ഡ്രെയിൻസിൽ ഒഴുക്കിക്കളയും, അഴുക്കുചാലിൽ ഒഴുക്കിക്കളയും. അതല്ല സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ടൺസോ അല്ലെങ്കിൽ തുണികളോ അങ്ങനെയുള്ള വേസ്റ്റുകളാണെങ്കിൽ എന്ത് ചെയ്യും? അത് ലാൻഡ് ഫില്ലുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, കാറ്റഗറി നമ്പർ 1 വരുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 1 ഏതാണ്? ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. അതിൽ എന്തൊക്കെയാണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല്? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകള്. പിന്നെ എന്താണ് കാറ്റഗറി? അതിൽ ഏത് ബാഗിലാണ് ഇത് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ഓർ ഡീബറിയൽ. എന്താണ് ഇൻസിനറേഷൻ? അല്ലെങ്കിൽ കത്തിച്ച് കളയും, അതല്ലെങ്കിൽ എന്താണ് വെളിയിലിയ കുഴികൾ കുത്തി അതിലിട്ട് മൂടും. കാറ്റഗറി നമ്പർ 2 അനിമൽ വേസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ് അനിമൽസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ്. എവിടെ നിന്നൊക്കെ? വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിൽ നിന്ന് അല്ലെങ്കിൽ വേസ്റ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാബുകൾ റിസർച്ചുകളുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന അനിമൽസ്, അതൊക്കെയാണ് അനിമൽ വേസ്റ്റില് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ വഴി, അതല്ലെങ്കിൽ ഡീപ് ബറിയൽ. എന്താണ് കുഴി കുത്തി മൂടുന്നു. കാറ്റഗറി നമ്പർ 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. എന്താണ് ലാബുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകള്. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് റെഡ് പ്ലാസ്റ്റിക്. ഒന്നില്ലെങ്കിൽ യെല്ലോ ബാഗിൽ അതല്ലെങ്കിൽ റെഡ് ബാഗിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഇതെന്താണ് ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ വഴിയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 4 ഷാർപ്പ് വേസ്റ്റ്. ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളാണ്. എന്താണ് നീഡിൽസ്, സർജിക്കൽ സ്കാൽപ്പൽസ്, സിറിഞ്ചസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര. ഇതെന്താണ് മുറിവുകള്, അതല്ലെങ്കിൽ പങ്ക്ചറൊക്കെ എന്താണ്
ഉണ്ടാക്കുന്നതിനായിട്ട് സഹായിക്കും. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഉയർന്ന നീരാവി പുറപ്പെടുവിച്ചിങ്ങാട്ട് അണുവിമുക്തമാക്കുന്നത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് ആയ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ട്രാൻസ്ലസന്റ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന തരം കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ അല്ലെങ്കിൽ ഓട്ടോക്ലാവിങ്ങിലൂടെയൊക്കെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 5. കാറ്റഗറി നമ്പർ 5 discarded medicines and cytotoxic medicines. ഇത് എന്ത് മെഡിസിൻസ് ആണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ്, പിന്നെ ഔട്ട് ഓഫ് ഡേറ്റ്, പിന്നെ എന്താണ് വേസ്റ്റ് മേക്ക് ഓഫ് വേസ്റ്റഡ് കണ്ടാമിനേറ്റഡ്. ഇത് എന്ത് കളർ ബാഗിലാണ്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക്. ഒന്നുകിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ റെഡ് കളറിലാണ് സൂക്ഷിക്കുന്നത്. ഈ ബ്ലാക്ക് ഓർ റെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട്, ഇവിടെ യെല്ലോ റെഡ് അല്ലെ, മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി വേസ്റ്റ് യെല്ലോ റെഡ് ബാഗില്, ഇവിടെ ബ്ലാക്ക് ഓർ റെഡ് കളർ ബാഗില്. ഇതെങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഡ്രഗ്സ്, ഡിസ്പോസൽ ഇൻ ലാൻഡ്ഫിൽ. ഡ്രഗ്സുകൾ പൊടിച്ചിട്ട് എന്ത് ചെയ്യും? ലാൻഡ്ഫില്ലുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 6 എന്താണ്? സോയിൽഡ് വേസ്റ്റുകൾ, മലിനമായ വേസ്റ്റുകൾ. എന്തൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ് കൊണ്ട് മലിനമായ കോട്ടൺസ്, ബാൻഡേജ്, സോളിഡ് ഫാസ്റ്റർ കാസ്റ്റ്, ലിനൻസ്, ബഡ്സ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഇത് റെഡ് ഓർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെന്താണ്? മൈക്രോവേവിംഗ് മെത്തേഡിലൂടെ ഉയർന്ന ചൂട് പുറപ്പെടുവിച്ച് കാണിട്ടാണ് അണുവിമുക്തമാക്കുന്നത്. കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ. ഇത് ഏത് കളർ ബാഗിലാണ്? റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ. എങ്ങനെയാണ്? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ട് ചെയ്ത്, അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡ്, അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് മെത്തേഡ്, അതല്ലെങ്കിൽ മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. ഈ ബെഡുകളൊക്കെ അല്ലെ. കാറ്റഗറി നമ്പർ 8. കാറ്റഗറി നമ്പർ 8 ഏതാണ്? ലിക്വിഡ് വേസ്റ്റ് ആണ് ഉൾപ്പെടുന്നത് അല്ലെ. ലിക്വിഡ് വേസ്റ്റുകൾ എന്താണ്? മൾട്ടിലേഷൻ. ആ പേരിൽ തന്നെ മൾട്ടിലേഷൻ, ഒന്നിൽ കൂടുതലായി വിഭജിക്കുക. ഇപ്പൊ എന്താണ്? ഒരെണ്ണത്തിനെ നമ്മ പല കഷ്ണങ്ങളാക്കി മാറ്റൂലേ, എന്നിട്ട് ഡിസ്പോസ് ചെയ്യുക. ലിക്വിഡ് വേസ്റ്റുകൾ എന്താണ്? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ട് മുക്തമാക്കിയിട്ട് എന്ത് ചെയ്യും? ഡ്രെയിൻസിൽ അഴുക്കുചാലില് ഒഴുക്കിക്കളയും. കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആഷ്. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ. എന്തെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റുകൾ കത്തിച്ച് ചാറ്. അതെന്താണ്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിക്കുന്നു. എന്താണ്? മുനിസിപ്പൽ ലാൻഡ് ഫില്ലുകള് നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മൾട്ടിലേഷൻ. കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആഷൻ. അത് പറഞ്ഞപ്പോ കാറ്റഗറി നമ്പർ 10 കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ ട്രീറ്റ്മെന്റ്, കെമിക്കൽ യൂസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ. എന്താണ്? ബയോളജിക്കൽ വേസ്റ്റ്. ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ് അല്ലെ. ഇപ്പൊ എന്താണ്? ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോ അല്ലെ. അപ്പൊ എന്താണ്? ടിഷ്യൂസ്, സെൽസ്, അങ്ങനെയുള്ളത്. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിൻസ് അല്ലെ. പിന്നെ എന്താണ്? മെഡിസിൻസ്, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് അല്ലെ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ എന്താണ്? റേഡിയേഷൻ, അങ്ങനെയുള്ളത്. ഇത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ്സ് ആൻഡ് എ സെക്യൂർഡ് ലാൻഡ്ഫിൽ ഫോർ സോളിഡ്സ്. എന്താണ്? കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് ലിക്വിഡുകൾ അഴുക്കുചാലിൽ ഒഴുക്കിക്കളയും. അതല്ല സോളിഡ് വേസ്റ്റുകളാണെങ്കിൽ അതെന്ത് ചെയ്യും? ലാൻഡ് ഫില്ലുകൾ നികത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യും. ടേബിൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ടേബിളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ടേബിൾ ഒന്ന് നോക്കിയേ പെട്ടെന്നൊന്ന്. ഈ 10 കാറ്റഗറി നമ്പർ 10 വരും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി വേഗം. മാം അത് മൾട്ടിലേഷൻ എന്നാണോ അതെ മ്യൂട്ടിലേഷൻ എന്നാണോ? മൾട്ടിലേഷൻ. ഇതിൽ എഴുതിയിരിക്കുന്ന മ്യൂട്ടിലേഷൻ എന്നാണല്ലോ. സോറി മ്യൂട്ടിലേഷൻ കണ്ടാ മാറിപ്പോയത്. മ്യൂട്ടിലേഷൻ ആണ്. അത് ഒന്നിൽ കൂടുതലായിട്ട് വിഭജിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പൊ നമ്മ സിറിഞ്ചുകളാണെങ്കിൽ പല കഷ്ണങ്ങളാക്കി വിഭജിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ഷ്രെഡിങ്ങും അതേ തന്നെ. കാറ്റഗറി നമ്പർ 8ലും കാറ്റഗറി നമ്പർ 10ലും ലിക്വിഡുകൾ വരുന്നുണ്ട് അല്ലെ. അവ എന്താണ് കണ്ടെയ്നേഴ്സിലോ ബാഗ്സിലോ എന്താണ് സൂക്ഷിക്കാൻ പറ്റില്ല. ടേബിൾസ് ഒന്ന് ജസ്റ്റ് നോക്കി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചു. ഡൗട്ട്സ് ഒന്നും ഇല്ലായിരുന്നോ? നെക്സ്റ്റ് എടുക്കാന്നാ. നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിമ്പിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അതിന്റെ സ്റ്റോറേജ് എങ്ങനെയാണ്. Unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. എന്താണ് അൺപ്രോസസിങ് ചെയ്യാത്തത് അല്ലെ. ഇപ്പൊ എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൈക്രോവേവിംഗ് മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഇൻസിനറേഷൻ വഴി എന്താണ് അൺപ്രോസസ് ചെയ്യാത്ത അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്ത ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് സ്പെഷ്യലി അറേഞ്ച്ഡ് വെഹിക്കിൾസ് എന്താണ് ട്രോളീസിലോ അതല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസിലൊക്കെയാണ് ക്യാരി ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത്. The bags or containers holding biomedical waste have to be tight before transportation. എന്താണ് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ കെട്ടിങ് ആണിട്ട് വേണം, ഹോൾഡ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. Before transporting the bag containing biomedical waste, it has to accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. എന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ബയോമെഡിക്കൽ വേസ്റ്റുകൾക്ക് എന്തിനാണ് ഡോക്യുമെന്റ്സ് സൈൻ, നേഴ്സോ അതല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഡീറ്റെയിൽസ് വേണം. എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഡേറ്റ് എന്നാണ് കൊണ്ടുപോകുന്നത്, ഷിഫ്റ്റ്, പിന്നെ എന്താണ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, ആൻഡ് ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയ നേഴ്സിന്റെ അതല്ലെങ്കിൽ ഡോക്ടർ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ അതോടൊപ്പം വേണം. Specialized vehicle needs to be well enclosed. എന്താണ് തുറന്ന വണ്ടികളിലൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റോ? മലിനീകരണം സംഭവിക്കുന്ന സാധനങ്ങളല്ലേ അന്തരീക്ഷത്തിന്, അതല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ പബ്ലിക്കിന് തന്നെ ഡേഞ്ചറസ് ഉണ്ടാക്കാനുള്ള വേസ്റ്റുകളാണല്ലേ. അപ്പൊ അതുകൊണ്ട് തുറന്ന വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എന്താ എൻക്ലോസ്ഡ് ആയ ഇങ്ങനെ മൂടിക്കെട്ടിയ
വണ്ടിയിലായിരിക്കണം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. എന്താണ് ഈ കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സിലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന കണ്ടെയ്നർ നമുക്ക് അതിന്റെ ഉൾഭാഗം അത് കൊണ്ടുപോയതിനു ശേഷം കഴുകി രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത് എന്താണ് കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസിൽ അതല്ലെങ്കിൽ ട്രോളീസിലേക്ക് ആയിരിക്കും. പിന്നെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന ബാഗ്സുകൾ എന്താണ് നല്ല രീതിയിൽ കെട്ടിങ് ആണ്, ടൈറ്റ് ചെയ്ത് കെട്ടിങ് ആയിട്ട് വേണം കൊണ്ടുപോകാൻ. അത് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് അവിടുത്തെ അത് ഡോക്ടറുടെ അതല്ലെങ്കിൽ നേഴ്സിന്റെ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് വേണം. പിന്നെ കൂടാതെ ഈ കൊണ്ടുപോകുന്ന വണ്ടി മൂടിക്കെട്ടിയ എൻക്ലോസ്ഡ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം. പിന്നെ അതിൽ കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സ് അതിന്റെ ഭാഗം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ അണുവിമുക്തമാക്കി കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ക്ലിയർ ആയില്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഇത് നെക്സ്റ്റ് പറയാലോ, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അതിന്റെ ഇതിലെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ അതല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയായിരിക്കണം? The use of protective gear should be made compulsory for all the staff who handle waste. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും ഈ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് യൂസ് ചെയ്യണം, ഉപയോഗിക്കണം. ഗിയേഴ്സ് എന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എന്തൊക്കെയാണ്? സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രൊട്ടക്ഷന് വേണ്ടി ഒരാൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് കാണണ്ട, അല്ലാതെ പറ എന്തൊക്കെയായിരിക്കും? നമ്മ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യും, നമ്മ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഗ്ലൗസ് യൂസ്, ഗൂഗിൾസ് യൂസ് ചെയ്യും അല്ലെ? ഓക്കെ. മാസ്ക് വെക്കും. പിന്നെന്താണ്? അപ്രോൺസ്. പിന്നെന്താണ്? ഓക്കെ, മാസ്ക്. ഷൂസ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് എന്താണ്? ഗ്ലൗസ് യൂസ് ചെയ്യുക. ഗ്ലൗസ് പൊതുവെ ഈ മെഡിക്കൽ ഫീൽഡില് വേസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഏത് കളറാ? കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെല്ലോ കളർ ഗ്ലൗസ് ആയിരിക്കും പൊതുവെ യൂസ് ചെയ്യുന്നത്, യെല്ലോ കളർ ആയിരിക്കും. ഇനി അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നമ്മ ഓരോ കാര്യങ്ങളല്ലേ യെല്ലോ ആണ്, ഓരോ കാര്യങ്ങളായിട്ട് നമ്മ ഹോസ്പിറ്റലിൽ പഠിച്ചു വരികയാണ് അല്ലെ. നിങ്ങൾക്ക് ഏത് സെക്ഷനിലായിരിക്കും ജോലി കിട്ടാന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്താണ് നമ്മ ഇനി പോകുമ്പോ ഹോസ്പിറ്റലില് പോകുമ്പോ എന്താണ് നമ്മ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. ഇപ്പൊ എന്താണ് നമ്മ വേസ്റ്റുകൾ തന്നെ അല്ലെ അവിടെ പല കളറ് ഡസ്റ്റ്ബിന്നിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ഓരോന്നിന്റെ ലൊക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മ എവിടെയായിരിക്കും അവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മ പഠിച്ചു. അപ്പൊ എന്താ ഇനി പോകുമ്പോ ഇല്ല, ജസ്റ്റ് ഒന്ന് നോട്ടില്ല. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം ഒന്ന് നോട്ട് ചെയ്താൽ മതി മിസ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ കുറച്ചും കൂടി ഇതായിരിക്കും, ക്ലിയർ ആയിരിക്കും. അത് ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൗസ് ഫസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഗിയർ ഏതാണ്? ഗ്ലൗസ് ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, നല്ല കട്ടിയുള്ള ഹെവി ആയിട്ടുള്ള എന്താണ് റബ്ബർ ഗ്ലൗസുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്താണ് അവരുടെ കയ്യിലേക്ക് അത് എന്താണ് ഇൻഫെക്ഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളർ. എന്താണ് ഇത്? യെല്ലോ കളറിൽ, ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളറിലായിരിക്കും. നല്ല എന്താണ് പെട്ടെന്ന് കാണുന്ന അല്ലെ, ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലായിരിക്കും. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ്
The gloves should be washed 2 times. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഈ ഗ്ലൗസ് ഉപയോഗിച്ച് വേസ്റ്റ് വാരിയതിന് ശേഷം വേസ്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാ ഈ ഗ്ലൗസ് 2 തവണ ഇത് കഴുകണം. The gloves should be washed after each use with soap and disinfectant. ഇൻഫെക്റ്റന്റ് എന്താണ്? ഗ്ലൗസ് യൂസ് ചെയ്തതിന് ശേഷം എന്തിലാണ്? സോപ്പിലോ അതല്ലെങ്കിൽ അണുനാശിനി ഉപയോഗിച്ച് ഡെറ്റോൾ അണുനാശിനി ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചെന്താ ഈ ഗ്ലൗസ് കഴുകണം. The stays should fit the operator. ആ ഗ്ലൗസ് എന്താണ്? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അത് ഇടുന്ന ആളിന്റെ സൈസിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. എന്താണ്? ഭയങ്കര ലൂസ് ആയിട്ടൊന്നും ഇടാൻ പാടില്ല അല്ലെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ? അവരെ കഴിയുന്നത് ഊരിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ? ആ ഓപ്പറേറ്റർ അത് യൂസ് ചെയ്യുന്ന ആളുടെ സൈസിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. ഫസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഗിയർ എന്താണ്? ഗ്ലൗസ് എന്താണ്? ഹെവി ആയിട്ടുള്ള റബ്ബർ ഗ്ലൗസുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് യെല്ലോ, ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളറാണ്. ഇത് വേസ്റ്റ് ഇത് ഗ്ലൗസ് ഉപയോഗിച്ചെടുത്തതിന് ശേഷം 2 ടൈംസ് കഴുകണം. പിന്നെ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം ഗ്ലൗസ് സോപ്പിലോ അതല്ലെങ്കിൽ അണുനാശിനികളിലോ എന്താണ്? കഴുകണം. ഗ്ലൗസിന്റെ സൈസ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആളുടെ സൈസിന് കൈയുടെ സൈസിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആപ്രോൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ്. എന്താണ് ആപ്രോൺസോ? അവരുടെ ശരീരത്തിലേക്ക് അയക്കാത്ത വിധം ആപ്രോൺസോ ഗൗൺസോ സ്യൂട്ട്സുകളോ ധരിക്കുക. പിന്നെ മൂന്നാമത്തത് മാസ്ക് ആണ്. മാസ്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക്, പല തരം മാസ്കുകളുണ്ട്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് പലതരം മാസ്കുകളുണ്ട്. ഗൂഗിൾസ് എന്ന് പറഞ്ഞാല് കണ്ണ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സ്വിമ്മിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യല്ലേ, കണ്ടിട്ടില്ലേ ഗൂഗിൾസ്? എല്ലാരും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടിട്ടില്ല? ആഷ്മിൽ കണ്ടിട്ടില്ല? നമ്മ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണ് മാത്രം ഇങ്ങനെ ഇതായിട്ട് ഈ നമ്മുടെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഗൂഗിൾസിന്റെ ഫോട്ടോസ് ഒക്കെ, ഇമേജസ് ഒക്കെ. സ്വിമ്മിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സ്വിമ്മിങ് ചെയ്യുന്ന ആളുകള് അതാണ് ഗൂഗിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഫേസ് ഷീൽഡ് എന്താണ്? ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ. എന്താണ്? ഒന്നില്ലെങ്കിൽ ഇത് വേറെ യൂസ് ചെയ്യാം. എന്താണ്? ഗൂഗിൾസ് ധരിച്ചിട്ട് ഫേസ് ഷീൽഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്? ഗൂഗിൾസും ഫേസ് ഷീൽഡും കൂടി ഒരുമിച്ച് വരുന്ന മാസ്കുകളും യൂസ് ചെയ്യാം. To give a protective barrier, it is compulsory for person who works in the incinerator chamber to put on a mask that cover both the nose and mouth, if possible a gas mask with filters. എന്താണ് ഇത്? കമ്പൽസറി ആയിട്ട് ഇൻസിനറേറ്റർ ചേംബറിലൊക്കെ എന്താണ് നമ്മൾ കത്തിക്കുന്ന പറഞ്ഞില്ലേ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ ചേംബറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കമ്പൽസറി ആയിട്ട് മാസ്ക് കവേഴ്സ് യൂസ് ചെയ്യണം. ബോത്ത് നോസ് ആൻഡ് മൗത്ത്, ഇഫ് പോസിബിൾ എ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേർഡ്. എന്താണ്? മൂക്കും പിന്നെന്താണ് മൗത്തും കൂടി ഇതായിട്ട് വന്നത്, കവർ ചെയ്ത് വന്നിട്ട് ഗ്യാസ് ഫിൽറ്റേഴ്സും കൂടി ഉള്ളത് കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക ടൈപ്പ് ഇവിടെ ഇങ്ങനെ ഇതായി വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനത്തെ മാസ്ക് ഈ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നത്. എന്താണ്? ചിലപ്പോ അവർക്ക് ഓക്സിജൻ കിട്ടാനൊക്കെ അല്ലെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യണം. ഫിൽറ്റർ ആയിട്ടുള്ള ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യണം. ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകള്. ക്ലിയർ ആയോ? മാസ്ക് ക്ലിയർ ആയോ? പലതരം മാസ്കുകളുണ്ട്. ഗൂഗിൾസ്, പിന്നെ എന്താണ്? ഫേസ് ഷീൽഡ് ഉണ്ട്.
ഒന്നില്ലെങ്കിൽ ഇവരാണ് സെപ്പറേറ്റ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അത് രണ്ടും കൂടി ഗൂഗിൾസും ഫേസ് ഷീൽഡും കൂടി ഒരുമിച്ച് വരുന്നത്. പിന്നെ എന്താണ് ഇൻസിനറേറ്റർ ചേമ്പറിൽ വർക്ക് ചെയ്യുന്നവർ എന്താണ് ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽട്ടർ വരുന്നതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അവർക്ക് എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതി ഓക്സിജന്റെ അളവ് കുറയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്യാസ് വിത്ത് ഫിൽട്ടേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബൂട്ട്സ്. ബൂട്ട്സ് അറിയാലോ, സേഫ്റ്റി ആണല്ലേ, അവര് കാലിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ. ഈ സേഫ്റ്റി നമ്മുടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഷൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സേഫ്റ്റി ഷൂസ് എന്താണ് അവര് കാലുമ്മൽ കൂടി ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ മലിനങ്ങളൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് യൂസ് ചെയ്യുമോ? Lead covering boots or shoes, shoe covers give greater safety to the skin when splashes or large quantity of contaminated waste have to be dealt with. എന്താണ് ഒരുപാട് ക്വാണ്ടിറ്റി കണ്ടാമിനേറ്റഡ് ആണ്, എന്താണ് മലിനീകരണങ്ങളേറ്റ സാധനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകള് അവരുടെ മേത്ത് കാലുമുഴക്ക് എന്താണ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ തെറിക്കാതിരിക്കാനും അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും വേണ്ടിയിട്ട് എന്താണ് ലെഗ് കവറിങ്സ് അതല്ലെങ്കിൽ ബൂട്ട്സ് അതല്ലെങ്കിൽ ഷൂ കവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദ ബൂട്ട്സ് ഷുഡ് ബി റബ്ബർ സോൾഡ് ആൻഡ് ആന്റി സ്കിഡ് ടൈപ്പ്. ഇതെന്താണ് റബ്ബർ സോൾഡ് ആയിരിക്കും. പിന്നെ ആന്റി സ്കിഡ് എന്താണ് ഇങ്ങനെ തെന്നിപ്പോകാത്ത വിധം അല്ലെ, ആന്റി സ്കിഡ് എന്ന് പറഞ്ഞാൽ തെന്നിപ്പോകാത്ത ടൈപ്പ് ഒക്കെ ആയിരിക്കും. ദേ ഷുഡ് കവർ ദ ലെഗ് അപ് ടു ദി ആംഗിൾ. എന്താണ് അവർ ലെഗ് മുതൽ ആംഗിൾ വരെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഷൂവിന്റെ വലിപ്പം. ക്ലിയർ ആയോ ബൂട്ട്സ്? അപ്പൊ എത്ര പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്? ബയോമെഡിക്കൽ വേസ്റ്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എത്ര പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ആണ് പഠിച്ചത്? 4 അല്ലേ? ഏതൊക്കെയാണ്? ഗ്ലൗസ്, ആപ്രോൺസ്, പിന്നെന്താണ് മാസ്ക്, പിന്നെ ബൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് നമ്മ പഠിച്ചു തന്നെയാണ്. മിസ് പറഞ്ഞില്ലേ കാറ്റഗറി ബോക്സിൽ പഠിച്ച ഡിസ്പോസൽ മെത്തേഡുകൾ ഒന്നുകൂടി ഇവര് പറഞ്ഞു തന്നേക്കുന്നുള്ളൂ. ഒന്ന് നോക്കിയേ, ആദ്യത്തെ ഇൻസിനറേഷൻ ടെക്നോളജി ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻസിനറേഷൻ ടെക്നോളജി ക്ലിയർ ആയത്? എന്തെങ്കിലും പടി കിട്ടിയ? മിസ് പറഞ്ഞു തന്നെയല്ലേ അത്? Incinerate the various disposal methods now in use are the following. എന്തൊക്കെ എന്താണ് വേരിയസ് ഡിസ്പോസൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഇൻസിനറേഷൻ ടെക്നോളജി. This is the high temperature thermal process that employs burning of the waste under controlled condition for changing into the inert material, chemical inactive and gases. എന്താണ് കെമിക്കൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസോ ഗ്യാസസോ യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്തും കാണിട്ട് എന്ത് ചെയ്യാ? ബേൺ ചെയ്ത് കളയാ, കത്തിച്ച് കളയുന്ന. Incineration can be either oil fired or powered by electricity or a combination. എന്താണ് ഇൻസിനറേഷൻ പ്രോസസ് നടത്തുന്ന ഒന്നില്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് കണ്ട് പെട്രോളോ അങ്ങനെയുള്ള ഓയിൽ ഫയേർഡ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റിയിലെ ചൂട് ഇലക്ട്രിസിറ്റി
ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ഇലക്ട്രിസിറ്റിയും പിന്നെ ഓയിൽ യൂസ് ചെയ്ത് കാണിട്ട് നടത്തും. The advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. എന്താണ് നമ്മൾ കത്തിക്കുന്ന വേസ്റ്റിന്റെ ഒരു എന്താണ് ഇൻസിനറേഷൻ ചെയ്യുന്ന ടോട്ടൽ വേസ്റ്റിന്റെ ഒരു 30% വേസ്റ്റ് കിട്ടുള്ളൂ എന്ന് നമുക്ക് ചാരം കിട്ടുള്ളൂ അത് കത്തി ഇൻസിനറേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ. നമ്മ കത്തിച്ച നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന അത്രയും വേസ്റ്റിന്റെ വോള്യത്തിന്റെ ഒരു 30% ഉണ്ടാവുള്ളൂ. നമ്മ അത് ഇൻസിനറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ആഷിന് ചാരത്തിന് 30% വെയിറ്റ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേസ്റ്റുകള് കൺട്രോൾഡായിട്ടുള്ള വേസ്റ്റുകൾ കൺട്രോൾ ചെയ്യാവുന്നത്ര വേസ്റ്റുകൾ എന്താണ് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കാണിട്ട് കത്തിച്ച് കളയുന്നതാണ്. ഗ്യാസോ അതല്ലെങ്കിൽ മെറ്റീരിയൽ എന്തെങ്കിലും വെച്ച് കത്തിച്ച് കളയുന്നതാണ് ഇൻസിനറേഷനിലോ. ഒന്നില്ലെങ്കിൽ ഓയിലോ അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ അതല്ലെങ്കിൽ എന്താണ് രണ്ടിന്റെ കോമ്പിനേഷൻ നടത്തി കാണ്ടാണ് ഇൻസിനറേഷൻ പ്രോസസ്സ് നടത്തുന്നത്. നമ്മ കത്തിക്കുന്ന വേസ്റ്റിന്റെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ദഹിപ്പിക്കൽ കത്തിക്കുന്ന വേസ്റ്റിന്റെ എന്താണ് 30% മാത്രമേ നമുക്ക് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാല് കിട്ടുകയുള്ളൂ. വേസ്റ്റ് അത്രയും വേസ്റ്റ് മാത്രം കിട്ടുള്ളൂ. അതിന്റെ അളവ് കുറയുന്നു. 70% കുറഞ്ഞിട്ട് 30% മാത്രം വേസ്റ്റ് ബാക്കി വരുള്ളൂ. ക്ലിയർ ആയോ? അത് ഇൻസിനറേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയാലോ. നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. മിസ് പറഞ്ഞ സ്റ്റീം സ്റ്റെറിലൈസർ എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കാണിട്ട് സ്റ്റീം ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ഫോർ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റ്, ഡേർട്ട് ആൻഡ് സോളിഡ് വേസ്റ്റ്. എന്താണ്? ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ വരുന്ന വേസ്റ്റുകൾ എന്താണ്? സെൽസ്, ടിഷ്യൂസ് അങ്ങനെയുള്ള വേസ്റ്റുകള്, ഷാർപ്പ് വേസ്റ്റുകള്, പിന്നെ എന്താണ്? ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകള്. എന്താണ്? സോളിഡ് കോട്ടൺസ് അല്ലെ, ലിനൻസ് അങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകള്. ദിസ് ടെക്നോളജി ഓഫേഴ്സ് certain category of waste that is not determined so that the treated residue can be landfillകള്. എന്താണ്? നമ്മ ഇങ്ങനെയുള്ള ഓട്ടോക്ലേവിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വേസ്റ്റുകള് എന്താണ്? നമ്മ ലാൻഡ്ഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഹാനികരമല്ലാത്ത വേസ്റ്റുകളായിരിക്കും നമുക്ക് ബാക്കി ഓട്ടോക്ലേവിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നത്. ഇപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ലാൻഡ് ഫിൽ ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നു. ലാൻഡ് ഫിൽ നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ് കഴിഞ്ഞ് അണുനശീകരണം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വേസ്റ്റുകൾ എന്തെയും നമ്മൾ ലാൻഡ് ഫിൽ നികത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് 5 മാത്രം പറഞ്ഞോളൂല, ബാക്കി ആർക്കും ക്ലിയർ ആയില്ല. നമ്മ ഓട്ടോക്ലേവിംഗ് കഴിയും സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വരില്ലേ ബാക്കി വേസ്റ്റുകള്. അപ്പൊ അതെന്ത് ചെയ്യും? വരുന്ന ബാക്കി വേസ്റ്റുകൾ എന്ത് ചെയ്യും? നമ്മ ലാൻഡ്ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിപ്പോ ഹാർബിഡ് അല്ല അല്ലെ, ഡേഞ്ചറസ് അല്ല. അണുനശീകരണമൊക്കെ കഴിഞ്ഞ് അണുമലിനീകരണമൊക്കെ കഴിഞ്ഞാണ്ട് കഴിഞ്ഞ വേസ്റ്റുകളാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ലാൻഡ്ഫിൽ നികത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് microwave irradiation. Microwave is based on the principle generation of high frequency wave. ഉയർന്ന ഫ്രീക്വൻസിയുള്ള വേവുകള് തരംഗങ്ങള് പുറപ്പെടുവിച്ചും കാണിട്ട് നശീകരണം ചെയ്യുന്നതാണ് മൈക്രോവേവ് ഇറേഡിയേഷൻ. These waves cause the particles within the waste material to tremble, generating heat. എന്താണ് ഈ വേവ്സുകളെ, ഈ തരംഗങ്ങൾ എന്ത് ചെയ്യും? ഈ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റുകളെ എന്താണ്? ചൂട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ
ഈ ഹൈ ഫ്രീക്വൻസി വേവുകൾ പുറപ്പെടുവിച്ച് കാണിട്ട് വിറപ്പിച്ച് എന്ത് ചെയ്യും, അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അണുനശീകരണം നടത്തുന്നു. ദിസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വിത്തിൻ ഡിസ്ട്രോയ്സ് ഓർ പാത്തോജൻസ്. എന്താണ് ഈ ഹീറ്റ്? ഇങ്ങനെയുള്ള വേവ്സുകൾ പുറപ്പെടുവിക്കുന്ന ഹീറ്റുകളെ എന്ത് ചെയ്യും? രോഗകാരികളായ അണുക്കളെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, നശിപ്പിച്ച് കളയും. മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന റേഡിയേഷനുള്ള, ഉയർന്ന ഫ്രീക്വൻസിയുള്ള തരംഗങ്ങള് പുറപ്പെടുവിച്ചിങ്ങായിട്ട് എന്താണ് ചൂട് പുറപ്പെടുവിച്ചിങ്ങായിട്ട് അണുമലിനീകരണം നടത്തുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണിട്ട് എന്ത് ചെയ്യും? രോഗകാരികളായ അണുക്കളെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിച്ച് കളയും. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റീം അല്ലെ, നീരാവിയാണ്. മൈക്രോവേവിൽ എന്താണ്? ഹീറ്റ് ആണ് അല്ലെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉയർന്ന തീവ്രതയുള്ള തരംഗങ്ങൾ എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അണുക്കളെ, രോഗകാരികളെ എന്ത് ചെയ്യും? നശിപ്പിക്കണം. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗില് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീമാണ് നമ്മുടെ പാത്തജൻസിനെ, നമ്മുടെ രോഗകാരികളെ, അണുക്കളെ നശിപ്പിക്കുന്നത്. മൈക്രോവേവില് ഹീറ്റ് ആണ്, ഉയർന്ന തീവ്രതയുള്ള തരംഗങ്ങൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹീറ്റ് എന്ത് ചെയ്യും? പാത്തജൻസിനെ നശിപ്പിച്ചു കളയും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് എന്തായിരിക്കും? കെമിക്കൽ ലായനികൾ അല്ലെ, കെമിക്കൽ ലിക്വിഡ്സുകൾ യൂസ് ചെയ്ത് കാണിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്ന, അണുമലിനീകരണം നടത്തുന്നത്. എന്തൊക്കെയാണ്? 1% ഓഫ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ്. എന്താണ്? കെമിക്കൽ ലായനി ഉപയോഗിച്ച് കാട്ട്. പിന്നെ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ പെടുന്നതാണ് നമ്മുടെ ക്ലോറിൻ വാട്ടർ, ബ്ലീച്ചുകളൊക്കെ ഇല്ലേ, ബ്ലീച്ചിങ്, ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. കെമിക്കൽ മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ. കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാല് കെമിക്കൽ ലായനികള്, കെമിക്കൽ ലിക്വിഡ്സുകള് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്? അണുമലിനീകരണം, ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നതാണ് കെമിക്കൽ മെത്തേഡ്. എന്താണ്? 1% കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ്. എന്താണ്? 1% എന്തുപയോഗിച്ചിങ്ങാട്ട്? കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻസ്, കെമിക്കൽ ലായനികൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഹൈപ്പോക്ലോറിക്സ്. എന്താണ്? നമുക്കിപ്പോ റേഷ്യോസ് ഉണ്ടാവില്ലേ, നമുക്ക് ചായ തിളപ്പിക്കണമെങ്കിൽ എന്താണ്? പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാരക്ക് 1 സ്പൂൺ തേയിലപ്പൊടിയിലെ ചായപ്പൊടി ഇട്ട് കാണിട്ടാണ് ചായ വെക്കുന്നത്. അതേപോലെ ഇത്ര പെർസെന്റേജ് കെമിക്കൽ ലായനി, ഇത്ര പെർസെന്റേജ് ബ്ലീച്ചിങ്, ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ യൂസ് ചെയ്ത് കാണിട്ട് എന്താണ്? ഡിസ്ഇൻഫെക്ഷൻസ് നടത്തുക, എന്താണ്? അണുമലിനീകരണം നടത്തുക. ക്ലിയർ ആയോ? നമ്മ വീട്ടിലില്ലേ നമ്മുടെ തോർത്തുകള്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ആയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുകൾ എന്ത് ചെയ്യും? നമ്മ ഡെറ്റോളിൽ മുക്കും അല്ലെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലീച്ചിങ് വാട്ടർ, എന്താണ്? കരിമ്പനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്ലീച്ചിങ് വാട്ടറിൽ മുക്കിയിട്ട് നമ്മ ക്ലോറക്സിലൊക്കെ മുക്കി നമ്മ ക്ലിയർ ആക്കി എടുക്കില്ലേ? അപ്പോ അതെന്തെങ്കിലും പറഞ്ഞൊക്കെയാണ് കെമിക്കൽ ലിക്വിഡ്സുകൾ യൂസ് ചെയ്ത് കാണിട്ട് അണുമലിനീകരണം, ഡിസ്ഇൻഫെക്ഷൻസ്. ക്ലിയർ ആയോ? ഓക്കെ. Next, plasma pyrolysis. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. Plasma pyrolysis എന്ന് പറഞ്ഞാല് മോഡേൺ ടെക്നോളജി, പുതിയ നൂതന വിദ്യയാണ്. എന്താണ്? മെഡിക്കൽ വേസ്റ്റുകള് റിമൂവൽ ചെയ്യുന്ന, നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നൂതന സാങ്കേതിക വിദ്യയാണ് പ്ലാസ്മ പൈറോളിസിസ്. It is an environment friendly technology, eco friendly ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എന്താണ്? അന്തരീക്ഷത്തിനൊന്നും മലിനീകരണം നടത്താത്ത വിധം
എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പബ്ലിക്കിനോ അന്തരീക്ഷത്തിനോ ഒന്നും മലിനീകരണം വരാത്ത വിധം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളസിസ്. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, oxygen, utilizing plasma energy. എന്താണ് പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് എയറിന്റെ അഭാവത്തില് തെർമൽ ഡിഗ്രഡേഷൻ നടത്തുന്നതാണ് പ്ലാസ്മ പൈറോളസിസ്. ഹീറ്റ് എന്താണ് പ്ലാസ്മ എനർജി യൂസ് ചെയ്തങ്ങാട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തങ്ങാട്ട് അണുക്കളെ മലിനീകരണം നടത്തുന്നതാണ് പ്ലാസ്മ പൈറോളസിസ്. ക്ലിയർ ആയോ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോളസിസ്. പ്ലാസ്മ എനർജി യൂസ് ചെയ്തങ്ങാട്ട് എയറിന്റെ അഭാവത്തിൽ ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അണുക്കളെ നശിപ്പിക്കുന്നതാണ് പ്ലാസ്മ പൈറോളസിസ്. ക്ലിയർ ആയോ? ആരെന്താ പറയാത്തെ? ക്ലിയർ ആയില്ല? പ്ലാസ്മ എനർജി എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റൻസിന്റെ എന്താണ് മോളിക്യൂൾസ് എന്താ ന്യൂട്രോൺസ് ഒക്കെ വേർതിരിച്ച് അതൊന്നും എനിക്ക് പഠിക്കാനില്ല. അത് കെമിസ്ട്രിയായി ബന്ധപ്പെട്ട മോളിക്യൂൾസിനെ വേർതിരിച്ച് കാണിട്ട് അതിന്റെ 2 ന്യൂട്രോൺസിനെ വിഘടിപ്പിക്കാൻ സമ്മതിച്ചിട്ട് ബാക്കി വരുന്ന ഇത് ഉപയോഗിച്ച് കാണിട്ട് ചെയ്യുന്നതാണ് പ്ലാസ്മ എനർജി. അത് പഠിക്കേണ്ട, അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പ്ലാസ്മ എനർജി എന്ന് മാത്രം പഠിച്ചാൽ മതി. ഞാൻ അതും കൂടി പറഞ്ഞത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. പ്ലാസ്മ എനർജി യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഓക്സിജന് എയറിന്റെ അഭാവത്തില് നമ്മുടെ വേസ്റ്റുകളെ പൊല്യൂട്ടഡ് ആക്കുന്നതാണ്. എന്താണ് അണുമലിനീകരണം നടത്തുന്നതാണ് പ്ലാസ്മ പൈറോളസിസ്. ഇതെന്താണ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ആണ്. പിന്നെ എന്താണ് അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്. പുതിയ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അതല്ലെങ്കിൽ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള പുതിയ നൂതന സാങ്കേതിക വിദ്യയാണ് പ്ലാസ്മ പൈറോളസിസ്. ക്ലിയർ ആയോ? പ്ലാസ്മ എനർജി എന്താണെന്നൊന്നും പഠിക്കണ്ട കേട്ടാ. പിന്നെ കൂടെ അത് കൂടി പഠിച്ചു കഴിഞ്ഞാലേ ശരിയാവില്ല. ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി രണ്ടും പറയാട്ടാ. ഇത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയേ. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്പോസൽ ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഭാഗത്ത് കിട്ടാനുണ്ടോ നോക്കിയേ. ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിങ്, മൈക്രോവേവ്, കെമിക്കൽ മെത്തേഡ്, പ്ലാസ്മ പൈറോളസിസ് ഒന്ന് നോക്കിയേ. ക്ലാസ് ബോറടിക്കുന്നുണ്ടാ? പറയുന്ന മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? മിസ് പറഞ്ഞു തരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മെത്തേഡൊക്കെ എന്താ? കുറച്ച് ബോറിംഗ് ആണ് അല്ലെ? മറ്റേ ചാപ്റ്റേഴ്സ് പഠിച്ച അത്രയും നമുക്ക് ഈസി അല്ല അല്ലെ? നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ഈ PDF-ലുള്ളത് മാത്രം പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് ഉള്ളിന്ന് എടുത്ത് ഓരോന്ന് അതെന്താണ് ഇതെന്താണെന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട കേട്ടോ. അതൊക്കെ എഴുതാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും.
ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാല് കത്തിച്ച് കളയാ. അപ്പൊ അതിൽ വരുന്ന പ്രോസസ്സ് എന്തായിരിക്കും? എന്ത് ഉപയോഗിച്ചായിരിക്കും നമ്മ ഓരോ സാധനം നമ്മ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടുകളിൽ വരുന്ന വേസ്റ്റുകൾ നമ്മ എങ്ങനെയായിരിക്കും അത് കത്തിച്ച് കളയുന്നത്? നമ്മുടെ വീട്ടിൽ വേസ്റ്റുകൾ വരൂലേ? എന്താണ്, മരങ്ങളുടെ ഇലകൾ ഉണ്ടാവും, അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മ അതെങ്ങനെയാണ് ഇത് കഴിയും കളയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മ കത്തിക്കുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചറിയൂല്ലേ? ആണോ? ആ, അതൊക്കെ തന്നെ എന്താണ്, ഡീസല് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തും കാണിട്ട്. അപ്പൊ ഇതിൽ വന്നേക്കണ ഓയിൽ വെച്ചും കാണട്ടെ, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വെച്ചും കാണട്ടെ അല്ലെ? കത്തിച്ച് കളയും. അപ്പൊ എന്താണ്, നമ്മുടെ വീട്ടിലെ കുറേ ചവറുകൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര ചാരം കിട്ടും? ഒത്തിരി ചാരല്ലേ കിട്ടുള്ളൂ, ഒരുപാട് ഉണ്ടാവുമോ? നമ്മ കത്തിച്ചതിന്റെ പകുതി പോലും ഉണ്ടാവൂല അല്ലെ വേസ്റ്റ് ബാക്കി വരുന്നത്? ആണോ? ആണ്. അപ്പൊ അതന്നെയാ പറഞ്ഞേക്കണേ, നമ്മ ഇൻസിനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ ഒരു 30% വേസ്റ്റ് മാത്രമാണ് നമുക്ക് ബാക്കി വരികയുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയോ? ഇൻസിനറേഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ നീരാവി പ്രൊഡ്യൂസ് ചെയ്തും കാണട്ടെ അല്ലെ? ഉയർന്ന നീരാവി ഉപയോഗിച്ചും കാണട്ടെ പാത്തജൻസിനെ, രോഗകാരികളായ അണുക്കളെ എന്താണ് ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് കളയുന്നതാണ് ഓട്ടോക്ലേവിംഗ്. നെക്സ്റ്റ് മൈക്രോവേവ് ഇറേഡിയേഷൻ. മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന തീവ്രതയുള്ള തരംഗങ്ങൾ, ഫ്രീക്വൻസിയുള്ള വേവ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ചൂട് അല്ലെ? ഭയങ്കര ചൂട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പാത്തജൻസിനെ, രോഗകാരികളെ നശിപ്പിച്ച് കളയും. അതാണ് മൈക്രോവേവ് റേഡിയേഷൻ. ക്ലിയർ ആയോ? ഓട്ടോക്ലേവിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മ എന്താണ് ഫീഡിങ് ബോട്ടിലൊക്കെ തിളപ്പിച്ചും കാണട്ടെ അല്ലെ? കുട്ടികൾക്ക് ആദ്യം കൊടുക്കും വേണ്ടി തിളപ്പിച്ച് നീരാവി ഉപയോഗിച്ചും കണ്ട് എന്ത് ചെയ്യും? അണുമലിനീകരണം നടത്തിയിട്ടായിരിക്കും പാലൊക്കെ കൊടുക്കുന്നത് അല്ലെ? മറ്റേതിൽ ഹീറ്റ് ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള ഇതില് ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ പാത്തജൻസിനെ, രോഗകാരികളായ അണുക്കളെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.